ഇ-പോസ് തകരാർ മൂലം സംസ്ഥാനത്തെ റേഷൻ വിതരണം തടസ്സം നേരിട്ടു. IT സെല്ലുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ മാസം ഇത് രണ്ടാം തവണയാണ് റേഷൻ വിതരണം തടസ്സപ്പെടുന്നത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തെ തുടർന്ന് എല്ലാവർക്കും നൽകുവാനുള്ള ധാന്യങ്ങൾ കടകളിൽ ഇല്ല. നാളുകളായി തുക കുടിശ്ശികയായ സാഹചര്യത്തിലാണ് വാതിൽപ്പടി സമരം പ്രഖ്യാപിച്ചത്. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികളും അനിശ്ചിതകാല സമരം നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ജോണി നെല്ലൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കമ്മീഷനും ഇൻസെന്റീവും അതത് മാസം വിതരണം ചെയ്യുക, കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, ഭക്ഷ്യധാന്യങ്ങൾക്കു പകരം ഡയറക്റ്റ് പേയ്മെന്റ് സംവിധാനം നടപ്പിലാക്കി റേഷൻ വിതരണം BPL മുൻഗണനാ വിഭാഗത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ വെച്ചാണ് സമരം. 2018 നടപ്പിലാക്കിയ വേതന പാക്കേജ് അനുസരിച്ച് തുച്ഛ പ്രതിഫലമാണ് വ്യാപാരികൾക്ക് ലഭിക്കുന്നത്. പല സംഘടനകളുടെയും വിയോജനക്കുറിപ്പ് അവഗണിച്ചാണ് പാക്കേജ് നടപ്പിലാക്കിയത്. 6 മാസം കഴിഞ്ഞ് പുനർപരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെങ്കിലും 6 വർഷം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മറ്റു നിത്യോപയോഗ സാധനങ്ങൾ റേഷൻ കടകളിൽ വിതരണം ചെയ്യുവാൻ അനുവദിക്കണമെന്നും ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.